ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹസ്ബീസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ട് എൻ്റെ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ട ടൈമിൽ ഒരുപാട് പേര് എന്നോട് ഇതിൻ്റെ ഫ്ലവർ ഡെക്കറേഷൻ കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരാൾ തന്നെ എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് ഇതിൻ്റെ ഒരു ഫ്ലവർ ഡെക്കറേഷന് വീഡിയോ എടുത്തിട്ടൊന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണേ എന്നുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് ഇതേ ഒരു ബ്ലൂബെറി കേക്കിനെ ഇതേ ഡെക്കറേഷനിൽ വേണമെന്ന് പറഞ്ഞിട്ടൊരു കസ്റ്റമർ വിളിച്ചപ്പോൾ ഞാൻ കരുതി എന്നാൽ ഡെക്കറേഷൻ മാത്രമായിട്ട് ഒന്ന് വീഡിയോ എടുക്കുക എന്നുള്ളത്. കാരണം ഞാൻ മുന്നേ 1 kg ബ്ലൂബെറി റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം. അതിൽ ചോക്ലേറ്റ് ഗനാഷാണ് ഞാൻ മുകളിൽ ഒഴിച്ചിട്ടുള്ളത്. ഇങ്ങനൊരു ഡെക്കറേഷൻ കൊടുത്തിട്ടുള്ളത് ഇതിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാം. അപ്പോൾ ഇതാ ഞാനിവിടെ എൻ്റെ ബ്ലൂബെറി 1 kg കേക്ക് ഇവിടെ ഐസിങ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഡെക്കറേഷൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലവർ നൈൽ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മളെ ഷുഗറിൽ പർപ്പിൾ കളറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ നോസിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇത് സൺഫ്ലവർ നോസിലാണ്. ഇതിൻ്റെ നമ്പർ വരുന്നത് 115 ആണ് കേട്ടോ. 115 എന്നുള്ള നമ്പറാണ്. ഇനി നമ്മൾ ഫ്ലവർ നൈലിൽ കുറച്ച് നമുക്ക് ആദ്യം നമ്മൾ ഫ്ലവർ ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടി കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാലും നമ്മളിത് ലിഫ്റ്റ് ചെയ്തിട്ട് കേക്കിലേക്ക് വലിച്ച് വെക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ കൊളാവും കേട്ടോ. ഇനി ജസ്റ്റ് താഴെ നിന്ന് മേലോട്ട് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എനിക്കിത് ക്യാമറയിൽ നോക്കിയിട്ട് ഇത് ചെയ്യുമ്പോൾ തീരെ കറക്റ്റായിട്ട് വരണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡെക്കറേഷൻ്റെ വീഡിയോസ് അധികം എടുക്കാത്തത്. ഡെക്കറേഷൻ്റെ വീഡിയോ എടുക്കാൻ നിന്നാൽ എൻ്റെ കേക്ക് മൊത്തത്തിൽ കൊളായി പോകും. അപ്പോൾ ഇതാ താഴേന്ന് മേലോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. എനിക്ക് തോന്നുന്നത് സൺഫ്ലവർ എല്ലാവരും യെല്ലോ ഒരു കളർ കൊടുത്തിട്ടാണല്ലോ കൊടുക്കുക. അതുകൊണ്ടായിരിക്കും ഇതിനൊരു വെറൈറ്റി കളറിൽ കണ്ടപ്പോഴായിരിക്കും എല്ലാവർക്കും നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടാവുക. അതാവും എല്ലാവരും എൻ്റെ അടുത്ത് ഇത് വീഡിയോ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ താഴെ നല്ലപോലെ തന്നെ ബേസ് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ലിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇത് ബ്ലൂബെറി കേക്കിൽ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഏത് കേക്കിലും ഇതുപോലെ ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ അത് കേക്കിലേക്ക് ലിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. പിന്നെ ലിഫ്റ്റ് ചെയ്താലും നമ്മൾ ലീഫ് അതിൻ്റെ ഇതിമെന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്കിൽ വെച്ചുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ക്യാമറയിലൊക്കെ എടുത്ത് കാണിക്കുന്ന ടൈമിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ടൈം ഇരിക്കുമ്പോൾ നമ്മൾ ക്രീം തന്നെ ലൂസായി പോവുകയാണ് ചെയ്യുന്നത്. കാരണം കയ്യിൻ്റെ ചൂടൊക്കെ തട്ടുമ്പോൾ ലൂസായി പോകും നമ്മളെ ക്രീം. ഇനി ഞാനിവിടെ നമ്മൾ റോസ് വരയ്ക്കണം, പെറ്റൽ റോസ് വരയ്ക്കണം. R11 എന്നുള്ള നമ്പറാണ് കേട്ടോ ഉള്ളത്. ഇതിന് ആ ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത്. റോസ് വരയ്ക്കുമല്ലോ, ഞാനിത് ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ റോസ് വരയ്ക്കുക എന്നുള്ളത്. അപ്പം ഈ പർപ്പിളിൽ വൈറ്റിൽ ആദ്യം ജസ്റ്റ് പർപ്പിൾ കളർ കൊടുത്തു. അത് ക്രീം മാറ്റി വെച്ചതിന് ശേഷമാണ് പിന്നെ ഡാർക്ക് പർപ്പിൾ കൊടുത്തത്. അപ്പോൾ ഇതാ നമ്മളെ ഒരു റോസ് ഫ്ലവറും കൂടെ വരച്ചിട്ട് ഇതിങ്ങനെ ഇടവിട്ടിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. ഇതൊരു റോസ് ഫ്ലവർ കൊടുക്കും, പിന്നെ ഒരു സൺഫ്ലവർ കൊടുക്കും. അപ്പോൾ സൺഫ്ലവർ വരക്കണത് നിങ്ങൾ നോക്കിക്കോളൂ. ഇതുപോലെയാണ് താഴെ നിന്ന് മേലേക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്രീമൊക്കെ ചേർക്കുമ്പം നമ്മൾ കേക്ക് ആദ്യം ബേസ് ചെയ്യുമല്ലോ, അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ക്രീമൊക്കെ ലൂസായി പോയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്രീമിൽ കളർ ചേർത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് തന്നെ നമ്മൾ ക്രീം കിട്ടും. പിന്നെ എത്ര സ്റ്റിഫായാലും തന്നെ നമ്മൾ കയ്യിലിരിന്നിട്ട് ഇതിങ്ങനെ വരയ്ക്കുന്ന ടൈമിൽ നമ്മൾ കയ്യിൻ്റെ ഒരു ചൂടുണ്ടാവുമല്ലോ, അത് ക്രീമിൽ തട്ടുന്ന ടൈമിലാണ് ഈ ക്രീം മെൽറ്റായി പോകും. അപ്പോൾ പിന്നെ നമ്മൾ ഫ്ലവർ വരയ്ക്കുമ്പോഴൊന്നും ശരിയാവാതെ വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ എൻ്റെ കയ്യിൽ നിന്ന് അത് ലിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ അതിൻ്റെ പെറ്റിൽ പോകണുണ്ട്. അപ്പോൾ ഞാനത് കേക്കിൽ വെച്ചതിന് ശേഷമാണ് വരച്ചു കൊടുക്കുന്നത്. വീണ്ടും നമ്മളൊരു റോസ് വരച്ചു കൊടുക്കാം. അപ്പം വീഡിയോയിൽ കാണുന്നില്ല എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പം ഇങ്ങനെ വീഡിയോ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഫ്ലവറിനെ കാണുവാനില്ല. അപ്പോൾ സൺഫ്ലവർ ഈ രീതിയിൽ കളർ കൊടുത്തിട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പർപ്പിൾ കളർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്ലൂ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗി തന്നെ ആയിരിക്കും ഇങ്ങനെ കാണാനായിട്ട്.
അപ്പോൾ നമ്മൾ ചാനലിൽ പുതുതായിട്ട് വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എൻ്റെ പഴയ വീഡിയോസ് കാണാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യാം, കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇത് നമ്മൾ റോസ് ലിഫ്റ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു സൺഫ്ലവറിൻ്റെ ഫ്ലവർ ലിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ. റോസിന് ഞാൻ താഴെ ബേസ് ഒന്നും കൊടുക്കാതെ അങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ ബേസ് കുറച്ച് ക്രീം കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ റോസ് വരക്കണമെങ്കിൽ അങ്ങനെ വരക്കാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ ഇനി ഒരു സൺഫ്ലവറും കൂടി വരച്ചിട്ട് നമ്മളിവിടെ ഇത് സ്റ്റോപ്പ് ചെയ്യാണ്. നോക്കിക്കോളൂ. ഇനി നമ്മൾ റോസ് വരച്ച ആ സെയിം നോസിൽ വെച്ചിട്ടാണ് താഴെ ഒരു ബോർഡർ കൊടുക്കുന്നത് കേട്ടോ. ലൈറ്റ് കളർ ബോർഡറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ടോ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.